UDFന്റെ ഒരു പ്രതീക്ഷ എന്താണ് ഡോക്ടർ മറിയയ്ക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമുക്ക് ഈ കഴിഞ്ഞ 10 വർഷത്തിൽ നാം ഇവിടെ കേരളത്തിൽ ഒരുപാട് ജനദ്രോഹ കാര്യങ്ങളാണ് എൻ്റെ അപ്പ മുഖ്യമന്ത്രിയായിരുന്നപ്പം തുടങ്ങി വെച്ച പല പല പദ്ധതികളും ഇന്ന് നമുക്ക് കാണാൻ പോലുമില്ല, ക്ഷേമ പദ്ധതികൾ പ്രത്യേകിച്ച്. അപ്പം ആ ഒരു 10 വർഷത്തിൻ്റെ ആ ഇമ്പാക്റ്റ് ജനങ്ങളിലുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരം ഉറപ്പായിട്ടുമുണ്ട്. അപ്പം ഈ ഇലക്ഷൻ 2026 അസംബ്ലി ഇലക്ഷൻ UDFന് നല്ലൊരു വിജയം ലഭിക്കുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിലാണ് എല്ലാവരും ഉള്ളത്. അതുപോലെ തന്നെ ഞാനും അത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് എന്ന് പറഞ്ഞ് നമ്മൾ പല പദ്ധതികളും പറയാറുണ്ട്. ഇപ്പം UDF ആണെങ്കിലും വികസനത്തിൻ്റെ ഒരു കമ്പാരിസൺ വരുമ്പോൾ പറയുന്നത് അത് തന്നെയാണ്. പക്ഷേ നമ്മൾ കണ്ടത് ഇപ്പോൾ വിഴിഞ്ഞം ഈ അടുത്താണ് ഉദ്ഘാടനം ചെയ്തത്. ആ സമയത്ത് പോലും അതിൻ്റെ ഒരു ക്രെഡിറ്റ് തർക്കം അവിടെ കാണുകയാണ്. പാടെ ഉമ്മൻചാണ്ടി സാറിനെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു നീക്കമൊക്കെ കാണുകയാണ്. അത് വലിയ വിമർശനം തർക്കമൊക്കെ ഉണ്ടായി. ആ സമയത്ത് കുടുംബവും പ്രതികരിച്ചു കണ്ടു. മറിയയ്ക്ക് എന്താണ് തോന്നുന്നത്? ആ വികസന പദ്ധതികളൊക്കെ അങ്ങ് തമസ്കരിക്കാൻ കഴിയുന്നതാണോ? അതിൽ ഞാൻ ഇപ്പം ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ വിഴിഞ്ഞത്തിൻ്റെ സത്യാവസ്ഥ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിൽ ഞാൻ കൂടുതൽ പ്രതികരിക്കണം എന്നുണ്ടെന്ന് തോന്നുന്നത് വെച്ചാൽ പാർട്ടി തന്നെ പലപ്പോഴും പ്രതികരിച്ചു കഴിഞ്ഞു. ജനങ്ങളുടെ മുമ്പിൽ എല്ലാം ഒരു തുറന്ന പുസ്തകം പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെയും അതിൽ നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.